ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്നും ഞാൻ എന്നും വരുന്നത് പോലെ തന്നെ ഇന്നും ഒരു പുട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ പുട്ട് കപ്പ പുട്ടാണ്. അപ്പോൾ ആ കപ്പ പുട്ടിന് ആവശ്യമായ സാധനങ്ങൾ വേണ്ടത് മെയിനായിട്ട് കപ്പ തന്നെ വേണം. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂണ് പുട്ട് പൗഡർ, പുട്ടിൻ്റെ അരിപ്പൊടിയും വേണം. പിന്നെ ടൂട്ടി ഫ്രൂട്ടി വേണം. പിന്നെ കറുത്ത മുന്തിരിയും, നമ്മളെ ജ്യൂസിനൊക്കെ എടുക്കുന്ന കറുത്ത മുന്തിരി, പിന്നെ തേങ്ങ ചെരുവതും വേണം. അപ്പോൾ ഈ ആദ്യം വേണ്ടത് നമ്മൾ കപ്പ സ്ലൈസാക്കി നല്ലപോലെ കട്ടാക്കി വെച്ചതിൻ്റെ ശേഷം ഈ 4-5 തവണ വെള്ളത്തിൽ നല്ല കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് വെക്കണം. നല്ല വെള്ളം വറ്റിയതിന് ശേഷം നമ്മളൊരു ബൗളിലോട്ട് മാറ്റുക. ആ ബൗളിലോട്ടാണ് നമ്മൾ എടുത്തു വെച്ചുള്ള പുട്ടും പൗഡർ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ അതിൻ്റെ മേലെ ടൂട്ടി ഫ്രൂട്ടി ഇടുക. പിന്നെ ഈ ഉണക്കമുന്തിരി, കറുത്ത മുന്തിരിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ചേർക്കുക. പിന്നെ ഇതിൽ ഇതുവരെ ഒരു തുള്ളി വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല. കാരണം ഈ കപ്പയിൽ തന്നെ വെള്ളം ഉണ്ടായിരിക്കും ആവശ്യത്തിന്. നല്ല മിക്സാക്കിയതിന് ശേഷം വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ 2-3 ടേബിൾ സ്പൂണ് വെള്ളം എടുത്തിട്ട് മിക്സാക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ പുട്ടുംകുറ്റിലോട്ട് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്യാം. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക. അടിയിൽ തേങ്ങ ഇട്ടു. പിന്നെ 3 ലെയറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതേപോലെ 3 ലെയറിൽ ഒരു ലെയർ ആദ്യം ഇട്ടു. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ ഇടുക. പിന്നെ അടുത്ത ലെയറും, അങ്ങനെ 3 ലെയറും നമ്മൾ ഇട്ടു. പുട്ടുംകുറ്റി ഫില്ലായി. ഇനി നമ്മൾ ആവി വരാൻ വേണ്ടത് ഈ പുട്ടുംകുടത്തിലോട്ട് വെക്കണം. പുട്ടുംകുടത്തിൽ വെച്ച് ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആവിയും വന്ന് സർവീസ് പ്ലേറ്റിലോട്ട് മാറ്റണം. സർവീസ് പ്ലേറ്റിലോട്ട് മാറ്റിയപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കപ്പ പുട്ട് വളരെ രസകരമായിട്ട് സർവീസ് പ്ലേറ്റിലോട്ട് കിടന്ന് നമ്മൾ മാറ്റിക്കണം. അതിൻ്റെ മേലെ നമ്മളിട്ട മുന്തിരി, ടൂട്ടി ഫ്രൂട്ടി ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ നല്ല ആഗ്രഹമായിരിക്കും. പിന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. കാരണം ഇതൊരു മധുരമുള്ളൊരു പുട്ടാണ്. ഒരു കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക, പരിശ്രമിക്കുക. നല്ലതാണെന്ന് തോന്നുന്നത് എന്നും പറഞ്ഞതുപോലെ കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ പുതിയ വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറന്നു പോകരുതേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, നല്ല അഭിപ്രായം പറയുക. നല്ലതാണെങ്കിൽ മാത്രം നല്ല അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഇനിയും അടുത്ത പുതിയ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായും അടുത്ത ദിവസം വരും. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.